CCTV ഹോട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം. CCTV ഹോട്ട് ന്യൂസിലേക്ക് സ്വാഗതം. സംസ്ഥാനത്ത് ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷകൾക്ക് തുടക്കമായി. 2017 പരീക്ഷാ കേന്ദ്രങ്ങളിലായി 8,53,000 വിദ്യാർത്ഥികളാണ് ഈ വർഷം ഹയർ സെക്കൻഡറി പരീക്ഷ എഴുതുന്നത്. മാർച്ച് 3 ഞായറാഴ്ച നടക്കുന്ന ദേശീയ പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണത്തിന്റെ ഭാഗമായി വേലൂരിൽ വളണ്ടിയർമാർക്കുള്ള പരിശീലനം നടത്തി. വടക്കേക്കാട് കപ്ലിയങ്ങാട് ക്ഷേത്രം ഏറ്റെടുക്കൽ നടപടിയെ തടഞ്ഞ് സുപ്രീം കോടതി. ക്ഷേത്രം ഏറ്റെടുക്കാനുള്ള മലബാർ ദേവസ്വത്തിന്റെ നീക്കത്തിനാണ് സുപ്രീം കോടതിയിൽ നിന്നും സ്റ്റേ ലഭിച്ചത്. തൊഴിലുറപ്പ് പദ്ധതിയെ തകർക്കരുത്, കൂലിക്കുടിശ്ശിക അനുവദിക്കണം തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് NREG വർക്കേഴ്സ് യൂണിയൻ എരുമപ്പെട്ടി പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രകടനവും ധർണയും നടത്തി. ചാലിശ്ശേരിക്കാരുടെ മുരയമ്പറമ്പത്തുകാവ് പൂരാഘോഷത്തിന് പതിർവാണ്യത്തോടെ തുടക്കമായി. കാർഷിക തനിമയുടെ ഗതകാല പെരുമയോടെ നടന്ന പതിർവാണ്യത്തിൽ പങ്കെടുക്കാൻ ക്ഷേത്ര മൈതാനിയിലേക്ക് ആയിരങ്ങളാണ് ഒഴുകിയെത്തിയത്. മലയാളത്തിന്റെ ഭാവഗായകൻ P. ജയചന്ദ്രന്റെ 80ാം ജന്മദിനത്തിൽ അദ്ദേഹത്തിന്റെ 80 ഗാനങ്ങൾ ആലപിച്ച് ഗീതം സംഗീതം കലാ സാംസ്കാരിക വേദി അശീതി പ്രണാമം ഒരുക്കുന്നു. പിറന്നാൾ ദിനമായ മാർച്ച് 3 രാവിലെ 9:30 സാഹിത്യ അക്കാദമി ഹാളിലാണ് ജയേട്ടൻ @80 ഭാവഗീതം സംഗീതം നടക്കുക. വയനാട് പൂക്കോട് വെറ്റിനറി കോളേജിൽ ആൾക്കൂട്ട വിചാരണയ്ക്കും ക്രൂരമർദ്ദനത്തിനുമൊടുവിൽ സിദ്ധാർത്ഥ് എന്ന വിദ്യാർത്ഥി മരിച്ച സംഭവം യുവമോർച്ച ഗുരുവായൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആൽത്തറയിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. പഴഞ്ഞി ചെറുതുരുത്തി തുപ്പേശ്വര മഹാദേവ ക്ഷേത്രത്തിലെ ധ്വജപ്രതിഷ്ഠയും വലിയ ബലിക്കല് പ്രദക്ഷിണ വഴി സമർപ്പണവും ഞായറാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ചൂണ്ടൽ ഗ്രാമപഞ്ചായത്തിൽ ഹോമിയോ ഡിസ്പെൻസറി ആരംഭിക്കുന്നു. മണലൂർ നിയോജക മണ്ഡലത്തിൽ സമ്പൂർണ്ണ ഹോമിയോ ഡിസ്പെൻസറി ലക്ഷ്യം കൈവരിക്കുന്നതിന്റെ ഭാഗമായാണ് ചൂണ്ടൽ ഗ്രാമപഞ്ചായത്തിൽ ഹോമിയോ ഡിസ്പെൻസറി ആരംഭിക്കുന്നത്. ഗുരുവായൂർ ആര്യഭട്ട കോളേജ് ഓഫീസിൽ അതിക്രമിച്ചു കയറി പ്രിൻസിപ്പാൾ CJ ഡേവിഡിനെ ആക്രമിച്ചു പരിക്കേൽപ്പിച്ച സംഭവത്തിൽ പ്രതികളെ ഉടൻ പിടികൂടണമെന്നാവശ്യപ്പെട്ട് പാരലൽ കോളേജ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി മുഖ്യമന്ത്രിക്കും ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്കും പരാതി നൽകി. ഗുരുവായൂർ ക്ഷേത്രോത്സവം ആയിരങ്ങളെ സാക്ഷിയാക്കി ഗുരുവായൂരപ്പൻ പള്ളിവേട്ടക്കിറങ്ങി. 10 ദിവസം നീണ്ടുനിന്ന ഗുരുവായൂർ ക്ഷേത്രോത്സവത്തിന് ആറാട്ടോടെ കൊടിയിറങ്ങും. വൈകിട്ട് 4:30 ആറാട്ട് ചടങ്ങുകൾ ആരംഭിച്ചു. നട തുറന്ന ശേഷം മൂലവിഗ്രഹത്തിലുള്ള ചൈതന്യം മുഴുവൻ ആവാഹിച്ചെടുത്ത് പഞ്ചലോഹ വിഗ്രഹം പഴുക്ക മണ്ഡപത്തിൽ എഴുന്നള്ളിച്ചു വെച്ചു. പെരുമ്പടപ്പ് പുത്തൻപള്ളി സൈബർ മീഡിയയുടെ നേതൃത്വത്തിൽ +2 വിദ്യാർത്ഥികൾക്കായി സൗജന്യ കരിയർ ഗൈഡൻസ് ക്ലാസ് നടത്തി. ഇരുവൃക്കകളുടെയും പ്രവർത്തനം നിലച്ച യുവാവ് ശസ്ത്രക്രിയയ്ക്കും ചികിത്സയ്ക്കുമായി കാരുണ്യമതികളുടെ കനിവിനായി കാത്തിരിക്കുന്നു. വേലൂർ പഞ്ചായത്തിലെ 7ാം വാർഡിൽ ഉൾപ്പെട്ട പാപ്പാനഗറിൽ പുളിക്കൽ രാകേഷാണ് വൃക്കകളുടെ പ്രവർത്തനം നിലച്ച ചികിത്സാ സഹായം തേടുന്നത്. ഉത്രാളിക ഉത്സവത്തിന് കർമ്മനിരതരായി ആക്സ് ആംബുലൻസ് പ്രവർത്തകർ. പൂരത്തിനിടെ കുഴഞ്ഞു വീണ 40ഓളം പേരെ സംഘം ആശുപത്രിയിലെത്തിച്ചു. പഴഞ്ഞി മാർത്തോമ സ്കൂളിന്റെയും നഴ്സറി സ്കൂളിന്റെയും വാർഷികാഘോഷം നടന്നു. CPIM തിരുനെല്ലൂർ ബ്രാഞ്ച് അംഗവും സജീവ പ്രവർത്തകനുമായിരുന്ന ഷിഹാബുദ്ദീന്റെ 9ാമത് രക്തസാക്ഷി ദിനം ആചരിച്ചു. ചിറ്റാട്ടുകര ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എല്ലാ ബ്രാഞ്ചുകളിലും അനുസ്മരണ പരിപാടി സംഘടിപ്പിച്ചു. വേലൂർ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഭിന്നശേഷിക്കാർക്കായി മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് TR ഷോബി ഉദ്ഘാടനം ചെയ്തു. ചൂണ്ടൽ പഞ്ചായത്തിലെ കുടുംബശ്രീ അംഗങ്ങളുടെ അനുഭവക്കുറിപ്പ് കോർത്തിണക്കി തയ്യാറാക്കിയ സ്മൃതിപഥം പുസ്തകത്തിന്റെ പ്രകാശനം നടന്നു. AKTA കേച്ചേരി ഏരിയ കൺവെൻഷൻ വെള്ളാറ്റഞ്ഞൂർ വാർഡ് വികസന ഹാളിൽ നടന്നു. ഏരിയ പ്രസിഡന്റ് VO ജോസ് അധ്യക്ഷത വഹിച്ച യോഗം ജില്ലാ ജോയിന്റ് സെക്രട്ടറി KA ജോയ് ഉദ്ഘാടനം ചെയ്തു. ചാലിശ്ശേരി സോക്കർ അസോസിയേഷൻ ഒരുക്കുന്ന ആരവം 2024 അഖിലേന്ത്യാ സെവൻസ് ഫ്ലഡ് ലൈറ്റ് ഫുട്ബോൾ ടൂർണമെന്റിന്റെ സീസൺ ടിക്കറ്റ് വിതരണം മന്ത്രി MB രാജേഷ് ഉദ്ഘാടനം ചെയ്തു. കേരള പ്രകൃതി സംരക്ഷണ സംഘം തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എരുമപ്പെട്ടി മങ്ങാട് RCC LP സ്കൂളിൽ ലഹരി വിരുദ്ധ ബോധവൽക്കരണ സെമിനാർ സംഘടിപ്പിച്ചു. കുന്നംകുളം ക്രിസ്ത്യൻ റിവൈവൽ ഫെലോഷിപ്പിന്റെ ആഭിമുഖ്യത്തിൽ സുവിശേഷ യോഗവും സംഗീത സായാഹ്നവും ഞായറാഴ്ച കുന്നംകുളം വിക്ടോറിയ ടൂറിസ്റ്റ് ഹോമിൽ നടക്കും. CCTV ഹോട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ CCTV ഹോട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, യൂട്യൂബ് ചാനൽ, ഫേസ്ബുക്ക് പേജ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctv.online.tv സന്ദർശിക്കുക. നമസ്കാരം.